കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജു ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇ.ഡി. ഓഫീസിലാണ് ഹാജരായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയും ബിജുവിനെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. അതേസമയം സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസും ഇ.ഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇത് രണ്ടാമത്തെ തവണയാണ് പി.കെ. ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് കരുവന്നൂർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം വർഗീസും ഹാജരായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇവർ രണ്ടുപേരിൽ നിന്നും ചോദിച്ചറിയണം. തട്ടിപ്പിന്റെ വേരുകൾ അടക്കം അറിയാനുണ്ട്. അതിനുവേണ്ടി തന്നെയല്ലേ ഇഡിയുടെ നീക്കവും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എം പി കൂടിയായ പി.കെ. ബിജു വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. കൊച്ചി ഇ.ഡി. ഓഫീസിലാണ് ഹാജരായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയും ബിജു ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക തന്നെയാണ് ഇ.ഡി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ സിപിഎം നേതാക്കളിലേക്ക് അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ എത്തുന്നത്. കിരൺ കുമാർ ഉണ്ട്. കിരൺ, ഇപ്പോൾ ഇ.ഡിക്ക് മുന്നിൽ പി.കെ. ബിജുവും അതുപോലെ തന്നെ എം വർഗീസും ഹാജരായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഇതിപ്പോൾ രണ്ടാം തവണയാണ് പി.കെ. ബിജുവിനെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 8 മണിക്കൂറോളം പി.കെ. ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇന്ന് വീണ്ടും ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പി.കെ. ബിജുവിൽ നിന്ന് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇ.ഡി. ചോദിച്ചറിയുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരായ സമയത്ത് ബിജു വ്യക്തമാക്കിയത് താൻ ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ, അതായത് പി.കെ. ബിജുവിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഇ.ഡി. വ്യക്തമാക്കിയതാണ്. അതായത് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇ.ഡി. കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു, ഒരു എം പിക്ക് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംഘങ്ങളുമായിട്ട് നേരിട്ട് ഇടപാടുകളുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം. എന്നതല്ലാതെ പി.കെ. ബിജു ആണ് എന്നുള്ളൊരു കാര്യം പിന്നീടാണ് കൂടുതലായിട്ട് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഏകദേശം 8 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഈ പി.കെ. ബിജു ആണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയിൽ പി.കെ. ബിജു ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള, അതായത് പാർട്ടിയുടെ അന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പി.കെ. ബിജുവിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പി. സതീഷ് കുമാർ 2020-ൽ പി.കെ. ബിജുവിന് പണം നൽകിയതായിട്ടുള്ള വെളിപ്പെടുത്തലുകളും നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും ഇപ്പോൾ പി.കെ. ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെയും ഇന്ന് ഇ.ഡി. വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അല്പം മുമ്പ് എം വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. താൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വത്ത് വകകളെല്ലാം തന്നെ സുതാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് എം വർഗീസ് ഇന്ന് പറഞ്ഞത്. തന്നോട് ആവശ്യപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇ.ഡിക്ക് നൽകിയിട്ടുണ്ട്. പാർട്ടിക്ക് ഉള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ സ്വത്ത് വകകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സുതാര്യമായ ഇടപാടുകളാണ്. ഇതിന്റെ രേഖകളും ആധാരം അടക്കമുള്ള രേഖകളുണ്ട്. അതെല്ലാം ഇ.ഡിക്ക് നൽകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റികൾക്ക്, സിപിഎമ്മിന്റെ ഈ 2 ലോക്കൽ കമ്മിറ്റികൾക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടുണ്ട്, വ്യാജ അക്കൗണ്ടുകളുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ തനിക്ക് അത്തരം കാര്യങ്ങൾ, അതായത് ലോക്കൽ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തനിക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഏതായാലും എം വർഗീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് എം വർഗീസിനെയും കൂടി ചോദ്യം ചെയ്യുന്നതാണ്. ശരി, കരുവന്നൂർ തട്ടിപ്പ് കേസിൽ മുൻ എം പി പി.കെ. ബിജുവും തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസും ഇഡിയുടെ ചോദ്യമുനയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഇരുവരും വിശദാംശങ്ങൾ നൽകിയത്.